നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADMK നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ തിരിച്ചടി. CBI അന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണമെന്ന ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു വിധി പറഞ്ഞത്. മരണത്തിൽ CBI അന്വേഷണം നിലവിൽ ആവശ്യമില്ല, ഇപ്പോഴുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തുടരട്ടെ എന്നതടക്കമുള്ള നിർണായകമായ ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുതാര്യമായ അന്വേഷണം, നിഷ്പക്ഷമായ ഒരു അന്വേഷണം കേസിന് ആവശ്യമാണ് എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും സർക്കാരിന് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് യാതൊരു കുഴപ്പവുമില്ല, ആ അന്വേഷണം തുടരട്ടെ, CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തിന് അനുസൃതമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചുവെങ്കിലും മഞ്ജുഷയ്ക്ക്, അതായത് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും മറ്റ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതി എന്ന ഒരു ഓപ്ഷനിലേക്ക് കടക്കാവുന്നതാണ്. അത്തരത്തിലൊരു ഓപ്ഷൻ കൂടി മുന്നിലുണ്ട്. അത്തരത്തിലൊരു നീക്കം നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വതന്ത്രവും നീതിപൂർവകവുമായ ഒരു അന്വേഷണം ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും വിധി വന്നതിന് തൊട്ടു പിന്നാലെ ADMK നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. ഏതറ്റം വരെയും പോകും, പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മഞ്ജുഷ പ്രതികരിച്ചിരിക്കുന്നത്. തൃപ്തികരമായിട്ടുള്ളൊരു വിധിയല്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം മഞ്ജുഷ നടത്തിയിരിക്കുകയാണ്. അപ്പീലുമായി പോകുമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഭാര്യ മഞ്ജുഷ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിധിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിൽ, CBI അന്വേഷണം തള്ളിക്കൊണ്ടുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുക എന്നൊരു തീരുമാനത്തിലേക്ക് മഞ്ജുഷ എത്തിയിരിക്കുകയാണ്. മഞ്ജുഷ അത്തരത്തിലൊരു തീരുമാനം മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. അപ്പീലുമായി മുന്നോട്ട് പോകും, പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് മഞ്ജുഷ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനി മഞ്ജുഷയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിർണായകമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. 10:15 നിർണായകമായ വിധി ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനത്തിൽ, എന്നൊരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് പരാതിക്കാരി ഹർജിയിൽ ഉന്നയിച്ചത്. CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസ് കൂടിയാണിത്. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം അടക്കം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. കേസിൽ സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പാക്കിയിട്ടില്ലെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുതാര്യമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല എന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർക്കാർ നിലപാട് അന്വേഷണം നേരായ വഴിക്കാണെന്നും CBI അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്നാണ്. കുടുംബത്തിന് പരാതിയുണ്ടെങ്കിൽ കൊലപാതക സാധ്യതയും പരിശോധിക്കും. നിലവിൽ നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള വിശദമായ അന്വേഷണമാണെന്നും സർക്കാർ വിശദമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാം എന്ന നിലപാടായിരുന്നു CBI സ്വീകരിച്ചിരുന്നത്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ല, ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നതടക്കമുള്ള സർക്കാർ നിലപാട് അത് വളരെ നിർണായകമായി മാറിയിരിക്കുന്നു. എന്തായാലും കോടതി അത്തരത്തിലൊരു തീരുമാനം, ഇപ്പോൾ ഏറ്റവും പുതിയ തീരുമാനം അനുസരിച്ച് CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് മഞ്ജുഷയും പ്രതികരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.